അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ക്ലാസ് സൗരയൂഥവും സവിശേഷതകളും എന്ന ഭാഗമാണ്. നമ്മുടെ സിലബസ് നോക്കി അറിയാം. സൗരയൂഥവും സവിശേഷതകളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ സയൻസിൽ. അപ്പോൾ ഡേ 35 ആണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ് LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് എന്ത് പറയുന്നത്? ബഹിരാകാശം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചതാരെന്ന് വെച്ചാൽ കോപ്പർനിക്കസ് ആണ്. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗലീലി ഇറ്റലിക്കാരനാണെന്ന് ഓർത്തുക. ഇറ്റലി. ഓക്കെ, അടുത്ത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജിയാണ്. ഇനി സൗരയൂഥത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സൂര്യൻ, അടുത്ത സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഗ്രഹങ്ങൾ എന്ന് നോക്കാം. നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റാൻ ഉപയോഗിക്കുന്ന സഞ്ചാരപാതയെ ഓർബിറ്റ് അഥവാ ഭ്രമണപഥം എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രഹങ്ങൾ എന്തെന്ന് വെച്ചാൽ നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റാൻ ഉപയോഗിക്കുന്ന സഞ്ചാരപാതയെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 ആണ്. മുമ്പ് എത്രയായിരുന്നു? 9 ആയിരുന്നു. എത്രയായിരുന്നു? 9 ആയിരുന്നു. ഒരാൾ പുറത്തുപോയി. ആ പുറത്തുപോയ ആളാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഗ്രഹപദവി നഷ്ടപ്പെട്ട ആദ്യ ആകാശഗോളമാണ് എന്ന് പറയുന്നത് പ്ലൂട്ടോ എന്ന് പറയുന്നത്. പ്ലൂട്ടോ കണ്ടെത്തിയത് ക്ലൈഡ് ടോംബോഗാണ് 1930. പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത് 2006 ഓഗസ്റ്റ് 24 2006 വരെ പ്ലൂട്ടോ എന്തായിരുന്നു? ഒരു ഗ്രഹമായിട്ട് കണക്കാക്കിയിരുന്നു. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യമാണ് ന്യൂ ഹൊറൈസൺ എന്നറിയപ്പെടുന്നത്. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങൾ ഷാരോണും ഹൈഡ്രയും ആണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഗ്രഹപദവിയിൽ നിന്ന് പുറത്തായതാണ് പ്ലൂട്ടോ എന്ന് ഓർത്തേക്ക്. എന്നാണെന്ന് വെച്ചാൽ 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് നമുക്ക് വലിപ്പക്രമത്തിൽ ഗ്രഹങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, 2ാം സ്ഥാനം ശനി, 3ാം സ്ഥാനം യുറാനസ്, 4ാം സ്ഥാനം നെപ്റ്റ്യൂൺ, 5ാം സ്ഥാനം ഭൂമി. അപ്പോൾ വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. അടുത്ത ശുക്രൻ, ചൊവ്വ, ബുധൻ. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാൽ ബുധനും, ഏറ്റവും ചെറിയ 2ാമത്തെ ഗ്രഹം ചോദിച്ചാൽ ചൊവ്വയും, ഏറ്റവും വലിയ 5ാമത്തെ ഗ്രഹം ചോദിച്ചാൽ ഭൂമിയും, ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ വ്യാഴവുമാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് അന്തർഗ്രഹ പ്ലാനറ്റുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അന്തർഗ്രഹങ്ങളെന്നും ഇന്നർ പ്ലാനറ്റ് എന്നും അതുപോലെ തന്നെ ബാഹ്യ ഗ്രഹങ്ങളെന്നും ഔട്ടർ പ്ലാനറ്റ് എന്നും തിരിച്ചിട്ടുണ്ട്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവ പ്രധാനമായും ശിലകളാൽ നിർമ്മിതമായി ഇവയെ ഭൗമഗ്രഹങ്ങൾ അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ എന്ന് ഓർത്തു വയ്ക്കുക. ഇവ ഭൗമഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ എന്ന് നോക്കാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഓക്കെ, അടുത്ത് ബാഹ്യഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം. ഔട്ടർ പ്ലാനറ്റ്. സൂര്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ വാതക ഭീമന്മാർ എന്ന് വിളിക്കുന്നു. ഗ്യാസ് ജെയിൻസ് എന്ന് വിളിക്കുന്നു. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയതുമായ ഗ്രഹങ്ങളാണ് ഇത് ബാഹ്യഗ്രഹങ്ങൾ അഥവാ ഔട്ടർ പ്ലാനറ്റ്. ഏതൊക്കെ ഗ്രഹങ്ങളാണെന്ന് നോക്കാം. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് എന്ന്, ബഹിരാകാശത്തിൽ വരുന്നത് എന്ന് നോക്കി. അടുത്തത് ഉപഗ്രഹങ്ങളാണ്. അതുപോലെ ധൂമകേതുക്കൾ, ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ. മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ഏപ്രിൽ 22 മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയത് സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനാണ്. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ബഹിരാകാശ പേടകം വോസ്റ്റോക്ക് 1. യാത്രയുടെ ദൈർഘ്യം ഏകദേശം 108 മിനിറ്റ് ആയിരുന്നു. സൗരയൂഥം കടന്ന് പുറത്തേക്ക് പോയ ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. വോയേജർ 1 വിക്ഷേപിച്ചത് 1977 ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ഏപ്രിൽ 12. ആരാണ് വ്യക്തി എന്ന് വെച്ചാൽ യൂറി ഗഗാറിൻ എന്ന് ഓർത്തു വയ്ക്കുക. പേടകം ചോദിച്ചാൽ വോസ്റ്റോക്ക് 1 വിക്ഷേപിച്ചത് 1977.
ഇനി എന്താണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്ന് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നും സൂര്യൻ, ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുമുള്ള വിശ്വാസമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനാണ് ടോളമി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് സൂര്യകേന്ദ്ര സിദ്ധാന്തം എന്നൊക്കെ? ഈ സിദ്ധാന്തം അനുസരിച്ച് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന്, ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനാണ് വലം വയ്ക്കുന്നത് എന്നതിൻ്റെ ഉപജ്ഞാതാവാണ് എന്നതാണ് എന്ത് പറയുന്നത് സൂര്യകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി എന്ന് പഠിച്ചു വയ്ക്കാം. സൂര്യഗ്രഹണം നടക്കുന്നത് ഏത് സമയത്തെന്ന് വെച്ചാൽ സൂര്യനും ഭൂമിയും നടുവിലായി ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഈ പ്ലാനറ്റ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ അലഞ്ഞു തിരിയുന്നവ എന്നാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യം പഠിക്കേണ്ടത് സൂര്യനാണ്. സൗരയൂഥത്തിലെ കേന്ദ്രവും അതിലെ ഒരേയൊരു നക്ഷത്രവും എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മ, ദ്രവ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മ രൂപത്തിലാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി പഠിച്ചേക്കാം. അടുത്തത്, സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ, വാതകം എന്ന് വെച്ചാൽ ഹൈഡ്രജനാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡാണ്. അത് പലതവണ ചോദിച്ചിട്ടുണ്ട്, 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 500 സെക്കൻഡ് എന്ന തലത്തിൽ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ അല്ലെങ്കിൽ 8.2 മിനിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ ഏകദേശ പ്രായം 460 കോടി വർഷമാണ്. ഭൂമിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയാണ് സൂര്യൻ എന്ന് വെച്ചാൽ ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. സൂര്യൻ്റെ പാലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. സൂര്യൻ്റെ ഭ്രമണകാലം എത്രയെന്ന് വെച്ചാൽ ഏകദേശം 27 ദിവസവും സൂര്യൻ്റെ പരിക്രമണകാലം എത്രയാണെന്ന് വെച്ചാൽ 25 കോടി വർഷമാണ്. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജിയാണ്. സൂര്യനിൽ ഊർജ്ജ ഉൽപ്പാദനം എങ്ങനെയാണ് നടക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്, അണുകേന്ദ്ര സംയോജനം. സൂര്യൻ്റെ അകക്കാമ്പിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന സൂര്യൻ്റെ ഭാഗമാണ് ഫോട്ടോസ്ഫിയർ. ഇതിനെ പ്രഭാമണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് സൺസ്പോട്ടുകൾ അഥവാ സൗരകളങ്ങളാണ്. സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞ പോയിന്റുകളാണ്, ശ്രദ്ധിച്ച് പഠിച്ചോളാം. സൂര്യൻ്റെ പുറത്തുള്ള പാളി അറിയപ്പെടുന്നത് കൊറോണ എന്നാണ്. സൂര്യൻ്റെ അകത്തുള്ള പാളി അറിയപ്പെടുന്ന അകക്കാമ്പ്. സൗരക്കാറ്റ് അനുഭവപ്പെടുന്ന എത്ര വർഷം കൂടുമ്പോഴാണ്? 11 വർഷം കൂടുമ്പോഴാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഭൂമിയും സൂര്യനും തമ്മിൽ അകലം ഏറ്റവും കൂടുന്ന ദിവസം ജൂലൈ 4 ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് അബ്ഹീലിയൻ. ചോദിച്ചിട്ടുള്ളതാണ് അബ്ഹീലിയൻ. അടുത്ത, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കുറയുന്ന ദിവസമാണ് ജനുവരി 3. ഈ പ്രതിഭാസത്തെ അറിയുന്നത് പെരിഹീലിയൻ എന്നുകൂടി ഓർത്തിക്കുക. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. പൂർണ്ണ സൂര്യഗ്രഹണം സമയത്ത് ദൃശ്യമാകുന്ന ഭാഗം കൊറോണയാണ്. സൂര്യനിൽ നിന്നുള്ള താപവികിരണങ്ങൾ ഭൂമിയിലെത്തുന്ന പ്രോസസ്സാണ് വികിരണം അഥവാ റേഡിയേഷൻ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആദിത്യ L1 എന്ന് ഓർത്തുവയ്ക്കും. അടുത്ത, ചന്ദ്രനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഉപഗ്രഹം, ഓക്കെ, ശ്രദ്ധിച്ചോളാം. 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അടുത്ത, മനുഷ്യനാദ്യമായി കാലുകുത്തിയത്, ചന്ദ്രൻ കാലുകുത്തിയത് 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. രണ്ടാമതായി ഇറങ്ങിയത് ആർട്ടിമിസ് 1 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആർട്ടിമിസ് 2 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആർട്ടിമിസ് 2 ആണ്. അതിൻ്റെ വിശദമായ വീഡിയോസ് നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആർട്ടിമിസ് 2 കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടത്തിൽ ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനത് ഉൾപ്പെടുത്താത്തതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ISRO കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തണം. അത് പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അത് ഉൾപ്പെടുത്താത്തത്. ഇത് തന്നെ വീഡിയോ ലെന്തായിപ്പോൾ. ഓക്കെ, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്ത് എന്ന് ചോദിച്ചാൽ സെലനോളജി.
ചന്ദ്രൻ്റെ ഭ്രമണകാലം 27 ദിവസം 1/3 ദിവസം, 27 3/1 ദിവസമാണ്. ഏകദേശം 27 ദിവസം 8 മണിക്കൂറാണ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം കറുപ്പ് നിറത്തിലായി കാണപ്പെടുന്നു. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഫോബോസ് ആണ്. ഈ ഫോബോസ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണെന്ന് വെച്ചാൽ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാലാണ് സൂര്യപ്രകാശം വിസരണം ചെയ്യാത്തതും ആകാശം കറുപ്പായി കാണപ്പെടുന്നത്, സ്കാറ്ററിങ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ആകാശം കറുപ്പായിട്ട് കാണപ്പെടുന്നത്. ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമില്ല. ചന്ദ്ര ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഒന്നാണ് ടൈറ്റാനിയം. ചന്ദ്രനിൽ നിന്ന് സൂര്യപ്രകാശം പ്രതിഫലനം ചെയ്ത് ഭൂമിയിലെത്താൻ ഏകദേശം 1.3 സെക്കൻഡ് സമയം വേണം. ചന്ദ്രനിൽ മഞ്ഞുപാളികളും ജലസാന്നിധ്യവും ഉണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യയുടെ അഭിമാനമായ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചന്ദ്രയാൻ 1 കുറിച്ചും ചന്ദ്രയാൻ 2 കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കണം. അത് പ്രത്യേകം ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത് നോക്കേണ്ട ബുധനെ കുറിച്ചാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് ബുധൻ. പരിക്രമണകാലം 88 ദിവസമാണ്. ഏറ്റവും കുറഞ്ഞ വർഷമുള്ള ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും വേഗമുള്ള ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത ഏറിയ 2ാമത്തെ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള 2ാമത്തെ ഗ്രഹമാണ് ബുധൻ. ബുധൻ്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തിൻ്റെ 10/1 ഓർത്തുവയ്ക്കുക. ഭൂമിയുടേതിന് സമാനമായ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ബുധൻ. ബുധൻ്റെ പാലായന പ്രവേഗം 4.3 km/s. ഈ പാലായന പ്രവേഗം എന്ന് വെച്ചാൽ ആ പ്ലാനറ്റിൽ നിന്ന് ഒരു വസ്തു പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ വസ്തുവിനെ പുറന്തള്ളണം എന്നതാണ് പറഞ്ഞത്. അത് സെക്കൻഡിൽ 4.3 കിലോമീറ്ററിൽ സ്പീഡിൽ എറിഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് വരത്തുള്ളൂ. ഓക്കെ, അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സൗരോർജ്ജത്തേക്കാൾ അത്ര അധികമാണ് ബുധന് ലഭിക്കുന്നത്. എത്ര അധികം എന്ന് വെച്ചാൽ 6 ഇരട്ടി. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സൗരോർജ്ജത്തിന് ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തെക്കാൾ എത്ര അധികമെന്ന് ചോദിച്ചാൽ ബുധന് ലഭിക്കുന്ന 6 ഇരട്ടിയാണെന്ന് ഓർത്തിക്കുക. ഇനി അടുത്ത് നോക്കേണ്ടത് ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഉപഗ്രഹമില്ലാത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. റോമക്കാരുടെ പ്രണയ ദേവതയുടെ പേര് ലഭിച്ച ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡ് മേഘപാളികളുള്ള ഗ്രഹമാണ് ശുക്രൻ. അടുത്ത ഭൂമിയാണ്. നീലഗ്രഹം, ജലഗ്രഹം ഇങ്ങനെ അറിയപ്പെടുന്ന ഭൂമിയാണ്. ജീവനുള്ള അല്ലെങ്കിൽ ജീവമണ്ഡലമുള്ള ഒരേ ഒരു ഏകഗ്രഹമാണ് ഭൂമി. നിലവിൽ ഏതാണ്? ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിക്ക് ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രി. പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടെടുക്കുന്ന ഭൂമി ഭ്രമണം ചെയ്യുന്നത്. പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമിക്ക് 360 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം 24 മണിക്കൂറാണ്. 1 മണിക്കൂറും 15. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയുന്നു വെച്ചാൽ 15 ഡിഗ്രി തിരിയുന്നു എന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഗ്രീക്ക് ദേവതയുമായി ബന്ധപ്പെട്ട പേരില്ലാത്ത ഏകഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ഏകദേശ പ്രായം 460 കോടി വർഷമാണ്. സൂര്യൻ്റെ പ്രായത്തോട് അടുപ്പിച്ച് നിൽക്കുന്നതാണ് ഭൂമിയുടെ പ്രായം. ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി എന്നുകൂടി ഓർത്തു. അടുത്ത യുറാനസ് ആണ്. വലുപ്പത്തിൽ 3ാമത്തുള്ള ഗ്രഹമാണ് യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. സ്കൂൾ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അരുണൻ എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ധ്രുവങ്ങൾ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഗ്രഹമാണ് യുറാനസ്. ആകാശദേവൻ എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസ് ആണ്. ഉപഗ്രഹങ്ങളുടെ എണ്ണം 27 ഉപഗ്രഹങ്ങളാണ് യുറാനസിനുള്ളത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ചൊവ്വ ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഭൂമിയുടേതുപോലെയുള്ള ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും. നമ്മൾ നേരത്തെ ഫോബോസിനെ കുറിച്ച് പറഞ്ഞു. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസാണ്. ചൊവ്വയുടെ ചുവപ്പ് നിറത്തിലുള്ള കാരണം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വയിൽ ആദ്യമായി ഇറങ്ങിയ പേടകത്തിന്റെ പേര് വൈക്കിംഗ് ആണെന്ന് ഓർത്തുക. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ തടസ്സമാകുന്ന രാസവസ്തുവാണ് പെർക്ലോറേറ്റ്. അടുത്ത് വ്യാഴം അഥവാ വീനസ്. ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ്
വ്യാഴം ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം, 23.1 മീറ്റർ/സെക്കൻഡ്². വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം തോന്നുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ ഭ്രമണ ദൈർഘ്യം 9 മണിക്കൂറും 55 മിനിറ്റുമാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം അല്ലെങ്കിൽ സൗരത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറഞ്ഞതും ഗാനിമീഡാണ്. ഓക്കെ, ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയപ്പെടുന്ന വ്യാഴമാണ്. ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് സൗരത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. അടുത്ത, സൗരത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡാണ്. വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം 59.5 km/s ആണ്. ഇനി ശനി അഥവാ സാറ്റേൺ നോക്കാം. രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. റോമൻ കാർഷിക ദേവന്റെ പേരിലുള്ള ഗ്രഹമാണ് ശനി. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമാണ്. 7 വലയങ്ങളാണ് ശനിക്കുള്ളത്. ഗോൾഡൻ ലുക്കിംഗ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ ടൈറ്റൻ, അറ്റ്ലസ്, പണ്ടോറ, കാലിപ്സോ, തെത്തീസ്, പ്രോമീസ്, ഹെലൻ. ഓക്കെ, അടുത്ത് നെപ്റ്റ്യൂണിനെ നോക്കാം. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നോ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗതയേറിയ കാറ്റുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഫ്രീഡം, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്നിങ്ങനെ 3 വലയങ്ങളുള്ള ഗ്രഹമാണ് ഏത്? നെപ്റ്റ്യൂൺ. സൂര്യനെ ഏറ്റവും സാവധാനത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീല. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്തിലെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ബേസ് നോട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പരീക്ഷ നടത്തിയ വാഹനങ്ങൾ, ISROയുമായി ബന്ധപ്പെട്ട വരുന്ന പ്രത്യേകതകൾ, അതുപോലെ നാസയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേകതകൾ, ഓരോ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് സ്ഥാനങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്കൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അതുകൂടെ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ തന്നെ ഏകദേശം 20 മിനിറ്റോളം വരും. അതുകൂടെ ചെയ്യണമെങ്കിൽ 10-20 മിനിറ്റ്, 10-25 അരമണിക്കൂറിൻ്റെ അത് തന്നെ ആവും. ഓക്കെ, അത്രയും ടൈം കളയുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് അതുകൂടി ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.